ഹായ് എവരി വൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വറുത്ത അരിപ്പൊടി വെച്ചിട്ട് ചൂടൊക്കെ കരിഞ്ഞു പോകാതെ എങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം ഉണ്ടാക്കാം എന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഞാനൊരു 4 ഏലക്കായ എടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ കുരു മാത്രമായിട്ടോ അല്ലെങ്കിൽ മുഴുവനോടെ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഏലക്കായുടെ തോല് അരയാതെ പൊടിയാതെ എടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ ജീരകവും കൂടി എടുത്ത് വയ്ക്കാം. മെഷറിംഗ് കപ്പിൽ 1 കപ്പ് വറുത്ത അരിപ്പൊടി, അപ്പം ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ വാങ്ങിക്കുന്ന അരിപ്പൊടിയാണിത്. 1 കപ്പ് അരിപ്പൊടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1.25 കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ചെയ്യണം കേട്ടോ. കലത്തപ്പത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം വെള്ളത്തിൻ്റെ അളവാണ്. വെള്ളം നമ്മൾ ഒട്ടും തന്നെ കൂടാനും കുറയാനും പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വെള്ളം ചേർത്തിട്ട് അരിപ്പൊടി ആ മിക്സിയുടെ ജാറിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ കട്ട കൊത്താതിരിക്കാനായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര ഏലക്കായും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു 3/4 കപ്പ് ചിരകിയ നാളികേരമാണ്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച നല്ല ജീരകം 1/2 ടീസ്പൂൺ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതാ നന്നായിട്ട് നമ്മൾ ഈ മാവ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും കിട്ടുക. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ വറുത്ത അരിപ്പൊടി വെച്ച് നമ്മൾ ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ അവിടെ മാറ്റി വയ്ക്കാം. ഇത് ശർക്കരയാണ്, 1/2 കിലോ ശർക്കരയാണ് നമ്മൾ ഈ കാണുന്നത്. അതിൽ ഞാൻ അതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ. നല്ലപോലെ മധുരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി 250 ഗ്രാം ശർക്കര എടുക്കുക. മധുരം കുറച്ച് മതിയെങ്കിൽ അതിനേക്കാളും കുറച്ച് ഒരു 200 ഗ്രാമൊക്കെ എടുത്താലും മതിയാകും. ഇനി ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മെഷറിംഗ് കപ്പിൻ്റെ തന്നെ അളവുള്ള 1/2 കപ്പാണിത്. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ശർക്കര നന്നായിട്ട് ഉരുകി ചെറുതായിട്ടൊന്ന് കുറുതായിട്ട് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ബാറ്ററിലോട്ട് ചൂടോടെ തന്നെ ഇത് അരിച്ചൊഴിക്കാം. കലത്തപ്പത്തിന് എപ്പോഴും നമ്മൾ ശർക്കര ഉരുക്കി ചൂടോടെ തന്നെ മാവിലോട്ട് ഒഴിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മാവ് റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ശർക്കര ഉരുക്കി ഒഴിക്കാവൂ. നല്ല ചൂടോടുകൂടി ശർക്കര പാനി ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഫ്രൈ ചെയ്ത ഒരു 4 കാഷ്യൂ നട്ട് അതും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാഷ്യൂ നട്ട് ഓപ്ഷനിലാണ്, നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം 2-3 ഇതുപോലെ ക്രഷ് ചെയ്ത് ചേർത്താൽ മതിയാകും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂ നട്ട് നമുക്ക് കലത്തപ്പത്തിൻ്റെ മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്തും കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ബാറ്റർ മിക്സ് ചെയ്തതിന് ശേഷം 2 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് നമുക്ക് ഈ ബാറ്റർ അവിടെ അടച്ചു വയ്ക്കാം. ഇനി പെട്ടെന്ന് തന്നെ ഒരു സ്റ്റൗ കത്തിച്ച് നമുക്ക് കുക്കർ അടുപ്പത്ത് വയ്ക്കാം. നമ്മൾ കുക്കറിലാണ് സാധാരണ കലത്തപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ. 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒരു 1/2 കപ്പ് കോക്കനട്ട് ചെറുതാക്കി അരിഞ്ഞ് അതൊന്ന് വറുത്തെടുക്കാം. നമ്മൾ വറുത്ത അരിപ്പൊടി വെച്ചുണ്ടാക്കുന്നത് കൊണ്ട് നമുക്കിതുപോലെ കുക്കറിൽ നമുക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ ഈ തേങ്ങ ഒന്ന് വറുത്തെടുത്താൽ മതിയാകും. നമുക്കിത് നേരത്തെ വറുത്ത് വയ്ക്കാവുന്നതും ആണ് കേട്ടോ. ഇനി ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് നാളികേരം ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഒരു പിടി ചെറിയ ഉള്ളിയും കൂടി നമ്മൾ താളിക്കാനൊക്കെ അരിയുന്നത് പോലെ അരിഞ്ഞ് നമുക്കതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചെറിയ ഉള്ളിയും നാളികേരം നമ്മൾ അരിഞ്ഞതും കൂടി നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. കരിയാതെ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയും നാളികേരം നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡിലോട്ട് മാറി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ കുറച്ച് നമുക്ക് ഇതിനകത്ത് ഒന്ന് കോരി വയ്ക്കാം. ഇത് നമുക്ക് കലത്തപ്പത്തിൻ്റെ മുകളിൽ നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ ചൂടോട് കൂടി തന്നെ നമ്മുടെ ബാറ്റർ കുക്കറിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുക്കറിൽ കലത്തപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ രീതിയിലാണ് ചെയ്യുന്നത്. നല്ല ചൂടോട് കൂടി തന്നെ മാവ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പോ
കിസ്മിസോ അതുപോലെ തന്നെ നാളികേരം വറുത്തതും ചെറിയ ഉള്ളിയും എല്ലാം നമുക്ക് ഈ സമയത്ത് മുകളിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. കുക്കറിൻ്റെ വെയിറ്റ് ഇടാതെ വേണം നമ്മൾ കുക്കർ അടച്ച് ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 1.5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിടാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റും കൂടി നമുക്ക് ഇടണം. കറക്റ്റ് ഈ സമയം നമ്മൾ നോക്കിയാൽ മാത്രമാണ് അടി കരിയാതെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 1.5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ഇടാം. അപ്പോൾ ഇങ്ങനെ ആവി വന്ന് ചെറുതായിട്ട് വെള്ളത്തുള്ളിയൊക്കെ നമുക്ക് കുക്കറിൻ്റെ വിസിലിൻ്റെ ആ ദ്വാരത്തിൽ കൂടെ വരുന്നത് കാണാം. 3 മിനിറ്റും കൂടി കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇനി ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 6 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനത് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ കുക്കറിൽ കലത്തപ്പം റെഡിയാക്കേണ്ടത്. ചിലപ്പോൾ നമ്മുടെ ഫ്ലെയിമിൻ്റെ ഒരു വ്യത്യാസം അനുസരിച്ച് നമ്മൾ ഈ ടൈമിൽ ചിലപ്പോൾ വ്യത്യാസം കാണും. അപ്പോൾ നമുക്ക് കുക്കറിൽ വെക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അടിയൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചൂട് കരിയാതെ നമുക്ക് കലത്തപ്പം ഉണ്ടാക്കാമെന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിൽ ഉണ്ടാക്കിയ കലത്തപ്പമാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ഈ 1.5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ 3 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് പിന്നെ തണുത്തതിന് ശേഷം നമ്മൾ തുറന്നാൽ നല്ല പാകത്തിന് നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മുടെ കലത്തപ്പം നമ്മൾ മുറിച്ച് നോക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടും നല്ല ആരെടുത്ത നല്ല കലത്തപ്പമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വറുത്ത അരിപ്പൊടിയിലും നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുക്കറിൽ ഒഴിക്കുമ്പോൾ നമ്മൾ 1 ഇഞ്ച് കനത്തിലാണ് നമ്മൾ മാവ് ഒഴിക്കേണ്ടത്. ഇനി നമുക്ക് ഈ രീതിയിലും നമുക്ക് കലത്തപ്പം ബേക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു കേക്ക് ടിന്നിലോ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ ഒരു പാത്രത്തിലോ നമുക്ക് ബാറ്റർ നമ്മളുണ്ടാക്കിയ ഇതേ ബാറ്ററാണ് അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. മുകളിൽ നമുക്ക് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഉള്ളി മൂപ്പിച്ചതും എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഈ പാത്രം അടച്ചു വയ്ക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരു ചപ്പാത്തിക്കല്ലോ ദോശക്കല്ലോ നമുക്ക് സ്റ്റൗവിൽ വെച്ച് നല്ലോണം ചൂടായതിന് ശേഷമാണ് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ടുള്ള കേക്ക് ടിന്നിൽ മാവ് ഒഴിച്ച് വെക്കുന്നത്. അങ്ങനെ നമുക്കൊരു 3-4 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കി കുത്തി നോക്കിയതിന് ശേഷം വെന്തിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്കിത് ഇറക്കി വയ്ക്കാവൂ. അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ ചൂട് കരിയത്തില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള നമുക്ക് കലത്തപ്പം കിട്ടും. ഇത് നമുക്ക് ഓവനിൽ വെച്ചിട്ടും ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ കേക്ക് ടിന്നിൽ നമ്മൾ ബേക്ക് ചെയ്തെടുത്ത കലത്തപ്പം. അപ്പോൾ ഈ രീതിയിൽ നമുക്കുണ്ടാക്കാം. ഒട്ടും തന്നെ അടി പിടിക്കാതെയും കരിയാതെയും നല്ല സോഫ്റ്റായിട്ടുള്ള കലത്തപ്പം കിട്ടും. അപ്പോൾ 2 രീതിയിലും നമുക്ക് കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇന്ന് വിറകടുപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ കലത്തപ്പം ഉണ്ടാക്കുന്നത്. പണ്ടൊക്കെ അമ്മമാർ കനലിൽ ഈ ബാറ്റർ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.